ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത. തിരുവനന്തപുരം പാറശാലയിൽ CSI ലോ കോളേജിന്റെ സീലിംഗ് ഇളകി വീണു. ക്ലാസ് നടക്കുന്നതിനിടെയായിരുന്നു സീലിംഗ് ഇളകി വീണത്. അപകടത്തിൽ ഭാഗ്യവശാൽ ആർക്കും പരിക്കില്ല. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷിജോ, ഭാഗ്യവശാൽ ആർക്കും പരിക്കില്ല എന്ന് നമുക്ക് പറയാം. എന്ത് മെറ്റീരിയലാണ് ഇത്? ഈ സീലിംഗ് കുട്ടികളുടെ മേലേക്ക് വീണിട്ടുണ്ടോ? നൗഫല് സൂചിപ്പിച്ചു തന്നെയാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം പാറശാലയിൽ CSI ലോ കോളേജിൽ ക്ലാസ് തുടങ്ങി ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ക്ലാസിന്റെ മേൽക്കൂരയിലുണ്ടായിരുന്ന സീലിംഗ് ഇളകി ക്ലാസ് മുറിയുടെ നടുഭാഗത്തേക്ക് വീണത്. വിദ്യാർത്ഥികളും അധ്യാപികയും ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഇവരുടെ നേരത്തേക്ക് അല്ല ഇത് വീണതെന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലും അതുപോലെ തന്നെ തെക്കൻ മേഖലകളിലുമൊക്കെ വലിയ മഴയുണ്ടായിരുന്നു. ആ മഴയെ തുടർന്നുകൊണ്ട് ക്ലാസ് മുറിയിൽ ചെറിയ ചോർച്ചയുണ്ട് എന്നുള്ള വിവരം വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരെയും മാനേജ്മെന്റിനെയും അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷെ അത് സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട്. അതേ തുടർന്നാണ് ഈ സീലിംഗ് ഇളകി വീണതെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട്. ഈ സംഭവം, ഈ സീലിംഗ് ഇളകി വീണതിന് പിന്നാലെ തന്നെ വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളും പങ്കുവെക്കുകയാണ് ചെയ്തത്. എന്തായാലും സീലിംഗ് ഇളകി വീണതിനകത്ത് കുട്ടികൾക്കോ അധ്യാപികയ്ക്കോ ആർക്കും തന്നെ പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല. നൗഫൽ. യെസ്, തിരുവനന്തപുരം പാറശാലയിലെ CSI ലോ കോളേജിന്റെ സീലിംഗ് ആണ് ഇളകി വീണത്. ഭാഗ്യവശാൽ കുട്ടികൾക്കോ അധ്യാപികയ്ക്കോ പരിക്കൊന്നും ഏറ്റിട്ടില്ല.